ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് ഫിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങൾ നിങ്ങളിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഹവ്വ ബീച്ചിലോട്ടാണ് കേട്ടോ. കോവളത്തുള്ള തന്നെ അടുത്തുള്ളൊരു ബീച്ചാണ്. കോവളത്തിന് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വേർതിരിച്ചിട്ടുണ്ട്. 3 തീരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു തീരമാണ്. പക്ഷേ ഇവിടെ അവിടത്തെ കാലത്ത് കൂടെ കച്ചവടം, തുണി കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ കച്ചവടം കൂടുതലും പുറത്തുള്ള രീതിയിലുള്ള തുണികളുണ്ടല്ലേ, അതായത് വിദേശീയരുടെ പർദീസ എന്നാണ് ഈ ഹവ്വ ബീച്ച് അറിയപ്പെടുന്നത് കേട്ടോ. അവിടത്തെക്കാളും കൂടുതൽ തിരക്കാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയാണ് ഇവിടെയാണ് റെസ്റ്റ് ഏരിയ കൊണ്ടുവന്നത്. നമ്മള് സായിപ്പന്മാർ നമ്മളെ സിനിമ വിദേശികൾ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള നമ്മളെ നല്ല കട്ടിലുകളൊക്കെ ഉണ്ടല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ തിരക്കൊക്കെ ഭയങ്കര ശക്തമാണ്. തിരകളൊക്കെ ഇപ്പൊ ഭയങ്കര ശക്തമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആഴം കൂടുതലാണ്. ഇതിന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആഴം കൂടുതലാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് താഴോട്ട് പോകാൻ വേണ്ടി ഇവിടുത്തെ ഗാർഡ്സ് സമ്മതിക്കത്തില്ല. അവിടെ ഇപ്പോഴൊന്നും പണ്ട് കാലങ്ങളിൽ ഗാർഡ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴ് പോലീസും ഗാർഡ്സൊക്കെ എപ്പോഴും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ അവരുടെ സേവനം കൊണ്ട് വലിയ കാര്യം എന്ന് പറയാന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ കോവളത്ത് അധികം അങ്ങനെ തിരയിൽപ്പെടുന്ന ആളുകളൊക്കെ കുറവാണ്. കാരണം അത്രയും വലിയൊരു സേവനമാണ് അവരിവിടെ നൽകുന്നത്. കാരണം ഒരുപാട് പേരുണ്ട്. വെളിയിലോട്ട് ഇപ്പൊ ലേഡീസ് ഒക്കെയാണ് സത്യം പറഞ്ഞാൽ കേൾക്കാത്തത്. എന്ന് പറഞ്ഞാൽ അവര് തന്നെയാണ്. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടോണ്ട് വന്നപ്പോൾ ഒരുപാട് അവര് കൊച്ചുങ്ങളെയും കൂട്ടം അങ്ങ് താഴെ ഇറങ്ങി പോവുകയും അങ്ങനെ ഗാർഡ്സ് വിരട്ടി വിളിച്ചാൽ പോലും ചിലപ്പോൾ വരാത്ത ഒരു സ്ഥിതി വരുന്നുണ്ട്. കൂട്ടുകാരെ നമ്മൾ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അത് അവര് നിൽക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അവര് പറയുന്നതും നമ്മൾ കേൾക്കണം. ഇപ്പോൾ ഇവിടെ കോവളത്തുനിന്ന് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ഏരിയയാണ്. അവർ നമ്മളെ കയറ് വരെ കെട്ടി അവിടെ വേർതിരിച്ച് റെഡ് കൊടിയൊക്കെ വെച്ച് നല്ല ഇതിൽ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവിടെ നമ്മൾ കണ്ടായിരുന്നു ഇവിടെ ആളിറങ്ങുന്നത്. ഇവിടെ നിന്ന് ആളിറങ്ങും, ഗാർഡ്സ് അവിടെ നിന്ന് ഓടി വിസിലടിച്ചുകൊണ്ട് ഓടി വരുമ്പോൾ അവർ ഇറങ്ങി മാറും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കരിമണലുണ്ടല്ലേ, കരിമണലാണ്. അത് ധാതുക്കളുടെ അംശം കൂടുതലാണ് കേട്ടോ ഈ മണ്ണിന്. അതുകൊണ്ടാണ് ഇതിന് ലാറ്ററൈറ്റ് പോലുള്ള ധാതുക്കളൊക്കെ കൂടുതലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കരിമണൽ. വേറെ തീരങ്ങളിലും അപേക്ഷിച്ച് കോവളത്തുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ ഹവ്വ ബീച്ചിലുള്ള പ്രത്യേകതയാണ് ഈ കരിമണൽ എന്ന് പറയുന്നത്. എന്തോ ഖനനം നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ഇതിനെതിരെ കേട്ടോ. പിന്നെ നമ്മൾ മുമ്പൊക്കെ പോയിട്ടുള്ള സമയത്തൊന്നും ഇത്രയും ഡേഞ്ചറസ് ആണ് എന്നുള്ള ഒരു ഇതുപോലെ ബോർഡില്ലായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ എന്തായാലും പോയപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ അവർ കയറ് കെട്ടിയിട്ടിട്ടുണ്ട്, ബോർഡുകൾ വച്ചിട്ടുണ്ട്. പക്ഷെ മുമ്പ് ഇങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ അവർ തന്നെ പറയുന്നു, കടൽ നമുക്ക് കളിക്കാനും ആസ്വദിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ തന്നെയും അവർ പറയുന്ന നിർദ്ദേശങ്ങൾ കൂടി നമ്മൾ അനുസരിക്കണം. കാരണം കടലാണ്, എപ്പോഴാണ് അതിൻ്റെ ഭാവങ്ങൾ മാറുകയെന്ന് നമുക്ക് മനുഷ്യർക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ പറയുന്നത് മാക്സിമം ആരും സത്യം പറഞ്ഞാൽ കേൾക്കുന്നില്ല. കാരണം പലയിടത്തും ഒരുപാടുണ്ട് കേട്ടോ. അതായിരുന്നു അവരുടെ യൂണിഫോം കേട്ടോ ഇപ്പോഴത്തെ. അവരെപ്പോഴും ഇങ്ങനെ നമ്മുടെ ചുറ്റാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരെങ്കിലും എത്തി താഴോട്ട് അവർ പറയുന്ന ആ ഡേഞ്ചറസ് ഏരിയയിൽ നിന്ന് താഴോട്ട് ഒരാളെങ്കിലും പോയാൽ അപ്പോഴേ അവർ വിസിലടിച്ചിട്ട് വിളിക്കും. പിന്നെ ഡേഞ്ചറസ് ആണെന്ന് എഴുതി വെച്ചേക്കണം. അടുത്ത് ഒരാൾ പോലും ഇറങ്ങാനായിട്ട് പാടില്ല കേട്ടോ. ഒരാൾ പോലും ഇറങ്ങരുത് എന്നാണ് അവർ പറയുന്നത്. ഒരാളെ പോലും അവർ ആ ഭാഗത്തേക്ക് അടുപ്പിക്കത്തില്ല. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഴം കൂടുതൽ എന്തെങ്കിലും ആയിരിക്കുമല്ലേ ചില സ്ഥലങ്ങളിൽ മാത്രം. അങ്ങനെ മാത്രമല്ല വാക്കിടായിട്ടുള്ള രീതിയിലുള്ള തിരമാല വരക്കുന്നത്. രണ്ട് സൈഡിൽ നിന്നും വന്ന് തിരമാല അടിക്കും. 2 സൈഡിൽ നിന്നും കൂടെ തിരമാല വരുന്നുണ്ട് കേട്ടോ. മുമ്പ് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ പ്രകൃതി തന്നെ എന്താ പാറയൊക്കെ വെച്ച് 3 തീരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ. പ്രകൃതി തന്നെ ഒരു പ്രകൃതി പ്രതിഭാസം തന്നെയല്ലേ അതെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ലൈറ്റ് ബീച്ചിൽ പോകാനുള്ള സൗകര്യമുണ്ട്. ലൈറ്റ് ഹൗസിൽ പോകുന്നതിനുണ്ട്. അത് വിഴിഞ്ഞത്ത് നമ്മൾ വന്നപ്പോഴത്തേക്ക് 5 മണി വരെയാണ് കേട്ടോ ലൈറ്റ് ഹൗസിൽ കയറാനുള്ള സമയം. പക്ഷേ ഞങ്ങൾ ഈ കടലിൽ കളിച്ച് നിന്ന് സമയം പോയി. ഞങ്ങൾ വന്നപ്പോൾ നേരം വൈകിപ്പോയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. വിഴിഞ്ഞത്തേക്ക് പോകുന്ന കപ്പലുകൾക്ക് വഴി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൈറ്റ് ഹൗസ് ഉള്ളത് കേട്ടോ. മാത്രമല്ല ഇവിടെ പട്ടികൾക്കും അതിന്റെ മൃഗങ്ങൾക്കും വരെ കളിക്കാനുള്ളത്. പട്ടി, കൊക്ക്, എല്ലാവരും അവരെല്ലാം ഓടി കളിക്കുന്നുണ്ട്. പട്ടിയൊക്കെ പക്ഷേ ആരെയാണ് ഉപദ്രവിക്കുന്നൊന്നുമില്ല. സൈലന്റ് ആയിട്ട് ഇടങ്ങിയിരുന്നു പറയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ കയറുന്ന അവിടെ ഒരു കൊച്ചു ദ്വീപുണ്ടല്ലേ, അതിലോട്ടാണ് കേട്ടോ. ബീച്ചിലുള്ള ഒരു പ്രത്യേകതയാണ് ഒരു കൊച്ചു ദ്വീപ്, ഒരു പാറക്കൂട്ടം. നല്ല രസമാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ വ്യൂ പോയിന്റിലൊക്കെ നിന്ന് നോക്കുമ്പോഴാണ് അതിന് നല്ല ശരിക്കും ഭംഗി എന്നാണ് പറയണത്. പക്ഷെ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഒരുപാട് പേര് അവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന റെഡ് വൈറ്റ് ആ ഇതിൽ കാണുന്നുണ്ടല്ലോ, അതാണ് ലൈറ്റ് ഹൗസ്. അത് വിഴിഞ്ഞത്തിന്റെയും കോവളത്തിന്റെയും ലൈറ്റ് ഹൗസ് എന്നാണ് കേട്ടോ പറയുന്നത്. വിഴിഞ്ഞൊന്നും കോവളമെന്ന് വെച്ചാലും ആ ലൈറ്റ് ഹൗസ് തന്നെ പറഞ്ഞാൽ ഒരു ലൈറ്റ് ഹൗസേ അവിടെ ഉള്ളു കേട്ടോ. ഇതില് ഇട സൈഡ് വാരം നടന്നതിൽ കുറേ അങ്ങ് നടന്ന് പോകാനുണ്ട്. അതിൽ നടന്ന് അവിടെ കയറാനുള്ള വഴിയുണ്ട്.
പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. നമ്മൾ പിന്നെ ഇത് ഇവിടുത്തെ തന്നെ നമ്മുടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ അവർ ക്ലോസ് ചെയ്തു. നമ്മളെ 5:30 ചോദിച്ചപ്പോഴത്തേനും. അതെ, അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ പാറയുടെ എവിടെയൊക്കെ നിന്ന് കുറച്ച് ഞാൻ ബോട്ടിന്റെ പണി നടക്കുന്നതിൻ്റെതാണ് നമ്മൾ അപ്പുറത്ത് കാണുന്ന ആ ഒരു അത് കടലിന്റെ സെന്ററിലൂടെ ഒരു ലൈൻ നിങ്ങൾ കണ്ടത്. ഇത് നമ്മൾ ദ്വീപിൽ നിന്നെടുത്തതാണ്. ഈ കൊച്ചു ദ്വീപിൽ നിന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. വിഴിഞ്ഞത്ത് കോവളത്ത് വരുമ്പോൾ ഇതൊക്കെ വന്ന് കാണണം കേട്ടോ. ഇതിന്റെ അപ്പുറത്ത് ഇറങ്ങാൻ പറ്റത്തില്ല, ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ഏരിയ ആണ്. അതുകൊണ്ട് ഇതിന്റെ അപ്പുറത്ത് ഇറങ്ങാൻ പാടില്ല. ഇടയ്ക്ക് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് സുരക്ഷയായിട്ട് രീതിയിലുള്ള ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ലൈഫ് ഗാർഡ് ഒന്നും ഇല്ല കേട്ടോ, ഇവിടെ പ്രത്യേകിച്ച് ആളൊന്നും പോലീസ് ഇപ്പോൾ പോലീസ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ബോർഡ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ബോർഡ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നത്, വായിച്ച് നോക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാ ഭാഷയിലും അവിടെ ഈ ബോർഡ് വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് വായിച്ച് നോക്കി കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ദ്വീപിൽ നിന്ന് പുറത്തിറങ്ങി നേരെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ഈ സൈഡ് വാരം നമ്മൾ നേരെ തിരിച്ച് നമുക്ക് ലൈറ്റ് ഹൗസിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നേരെ നമ്മൾ കടൽ തീരത്തോട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മൾ നേരെ വരുന്ന കച്ചവട ഏരിയയിലൂടെയാണ് നടന്നത്. അതുവഴി നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോയ കടൽ തീരങ്ങളിലെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ശരിക്കും ഞങ്ങൾ കളിച്ചോട്ടോ, ഞങ്ങൾ ഒരുപാട് അങ്ങ് ഫ്രണ്ടിൽ പോയില്ല, ബാക്കിൽ നിന്നുകൊണ്ട് ഞാനും മീനക്കുട്ടി ശരിക്കും എൻജോയ് ചെയ്ത് അല്ലേ. മീനക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. മീനക്കുട്ടി ഇവിടെ പിന്നെ കിടന്നൊക്കെയാണ് കളിച്ചത്, നനഞ്ഞ് കിടന്ന് കളിച്ചത്. ഇവിടുത്തെ കച്ചവടങ്ങളാണ്, കളിപ്പാട്ട കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജ്യൂസ്, പിന്നെ അല്ലാതെ ചായ അങ്ങനെയൊക്കെ ഉള്ളത്. റെസ്റ്റോറന്റ് ഉണ്ട്, പിന്നെ ഒരു ബാറുണ്ട്. നമ്മൾ ഈ നിൽക്കുന്നത് ബാറിന്റെ മുമ്പെയാണ്. ഇവിടെ ഒരു ബാർ ആൻഡ് വൈൻ സെന്റർ ഉണ്ട്. ഇപ്പം നല്ല ഒരു വൈകുന്നേര സമയമായി. അപ്പം ഞങ്ങൾ പിന്നെയും കടലിലോട്ട് ലൈറ്റ് ഹൗസിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്തിരി നേരം കൂടെ ഇവിടെ നിന്നും കളിക്കാമെന്നും പറഞ്ഞ് നമ്മൾ അസ്തമയം കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ്. എന്തായാലും നമ്മൾ വന്നില്ലേ, നമുക്ക് അതും കൂടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങളെ ചാടിക്കടലിൽ ഇറങ്ങി കളിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഇവിടെ പിന്നെ എല്ലാവരും പറഞ്ഞാലൊക്കെ അത്യാവശ്യം അനുസരിക്കുന്നുണ്ടല്ലേ, ഒരുപാട് അങ്ങ് ഫ്രണ്ടിലോട്ടൊന്നും പോകാതെ. ഗാർഡ്സിന്റെ ഒരു ഇതും കൂടെ ഉണ്ട്, അവരെപ്പോഴും വിളിക്കുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ വരാനല്ല, അവരെ ഒരു ലൈഫ് ഗാർഡ് ഒരാളെ വിളിച്ചിട്ട് പറയുന്ന കേട്ടോ, ഇവിടെ എപ്പോഴാണ് കടല് പറയാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് തിരമാല വന്നു തുടങ്ങി, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളവിടെ നിന്ന് പോയല്ലേ. നമ്മള് പറഞ്ഞു പോലീസുകാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇതിന്റെ ആവശ്യമായിട്ട് വന്ന് നിൽക്കുന്നതാണ്. ആ മീനക്കുട്ടി അവിടെ കിടന്നൊക്കെ കളിക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിത് പറഞ്ഞാലും അവര് അവിടെ നിരോധിച്ചിട്ടില്ല. എല്ലാവർക്കും അടിച്ച് പൊളിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ അവിടെ ഒരു ബാരിക്കേഡ് കണക്ക് നമ്മളൊരു കടലിൻ്റെ ഒത്തിരി താഴെ ഒരു ലൈൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ രണ്ട് സൈഡിലെയും ദ്വീപിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ ഈ കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഈ ചിലപ്പോൾ ജീവനെയൊക്കെ ബാധിച്ചേക്കാം എന്നുള്ളത് കൊണ്ടാവാം അവരങ്ങോട്ട് ഇറങ്ങരുതെന്ന് പറയുന്നത്. പിന്നെ വരാത്തവരൊക്കെ വരണം കേട്ടോ, തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയത് തന്നെയാണ് കോവളം. സത്യം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. കുട്ടിയൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, കുട്ടികളെ മാത്രമല്ല മുതിർന്നവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൈറ്റ് ഹൗസ് നമുക്ക് കാണാൻ പറ്റിയില്ല, ലൈറ്റ് ഹൗസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ലൈറ്റ് ഹൗസ് നിങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതേപോലെ തന്നെ 5 മണിക്ക് മുമ്പ് തന്നെ എത്തിയിരിക്കണം, എന്നാലേ ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റത്തുള്ളൂ. നമുക്ക് പറ്റിയ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും പറ്റരുത് കൂട്ടുകാരെ. നമ്മള് ടൈം ഒന്നും തിരക്കാതെ നമ്മളങ്ങ് പോവുകയാണ് ചെയ്തത്. പക്ഷേ നമ്മൾ പറയുന്നത് ലൈറ്റ് ഹൗസിന് കയറണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസിൽ വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറെ ലെവലാണ്. നമുക്ക് ആ വ്യൂ ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 മണിക്ക് മുമ്പ് തന്നെ എത്തിയാൽ മാത്രമേ ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റത്തുള്ളൂ. ലൈറ്റ് ഹൗസിൽ കയറിയിട്ട് ഇവിടെ ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതായിരിക്കും നല്ലത് കേട്ടോ, നേരെ പോയിട്ട് അതായിരിക്കും നല്ലത്. മീനൂട്ടി ഇവിടെ വെള്ളത്തിൽ കിടന്ന് മീന് പിന്നെ വെള്ളത്തിലായിരുന്നു കേട്ടോ. മീനിനെ പിടിക്കുകയെന്ന് വേണ്ടെന്ന് പറഞ്ഞ് വെള്ളത്തിൽ കിടന്ന് കളിക്കുകയാണ് കേട്ടോ. നമ്മളിത്തിരി മാറി നിന്നാണ് കേട്ടോ കളിക്കുന്നത്. അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ചേട്ടനില്ല, ഞാനും മീനുകുട്ടി മീനെ തകർക്കുകയായിരുന്നു. കടലിൽ കളിക്കാൻ ഇഷ്ടമല്ലാത്ത മലയാളികൾ കാണില്ലല്ലോ, മലയാളി എന്നല്ല ആരായാലും അല്ലേ. വിദേശീയരും സ്വദേശീയരും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കടൽ തീരമാണ് കേട്ടോ കോവളത്തെ ഹവ്വ ബീച്ച്. കോവളം ബീച്ച് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഹവ്വ ബീച്ച് എന്നൊരു പേരുണ്ടെന്ന് അറിയുന്നത് ഇപ്പോഴാണ് കേട്ടോ, ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. അപ്പോൾ നമ്മളെ കൂട്ടുകാരും എല്ലാവരുമായിട്ട് നമ്മൾ കോവളം അടിച്ച് പൊളിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ
അപ്പോൾ കൂട്ടുകാരെ, കോവളം ഹവ ബീച്ചും ലൈറ്റ് ഹൗസിലെ ബീച്ച് വിശേഷങ്ങളും ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങൾ പോകുന്ന കുഞ്ഞു കുഞ്ഞു യാത്രകളും ഞങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.